ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണെന്ന് അമ്മച്ചിക്ക് അറിയാം. എന്നൊരു കഥ പറയാം. അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവൻ ആയാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? ഒന്നും കൂടെ പഠിക്കാം. ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇവിടെ പറയണത് എന്താണ്? ഇവിടെ പറയുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉത്തരം തരുമെന്നാണ് പറയുന്നത്. രാപ്പകൽ നിലവിളിക്കുക എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക. വ്രതന്മാർ എന്ന് പറഞ്ഞാൽ ആ വ്രതന്മാരുടെ, അപ്പോൾ നമ്മൾ പ്രായമുള്ളവരാണ്, അല്ലാത്തവരുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളുടെ കാര്യത്തിൽ കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ്. പല കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ഉടനെ തരേണ്ടത് ആവശ്യമില്ലാത്തതായിരിക്കാം. എന്നാലും ദീർഘക്ഷമയുള്ള കർത്താവ് ആണെങ്കിലും നമ്മളോട് ദേഷ്യമുള്ള ചിലപ്പോൾ നമ്മുടെ പാപത്തിൻ്റെ ഫലമായിരിക്കും നമ്മൾ പല കാര്യങ്ങൾ കിട്ടാതിരിക്കുന്നത്. അങ്ങനെ എല്ലാ കാര്യത്തിലും ആണെങ്കിലും നമ്മളോട് ദീർഘക്ഷമയുള്ള കർത്താവാണ്. അങ്ങനെ ദീർഘക്ഷമയുള്ള കർത്താവ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരം നൽകും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ദൈവം നമ്മളോട് ദീർഘക്ഷമയുള്ളവനാണ്. നമ്മൾ ദൈവസ്നേഹമാണ്. അപ്പോൾ നമുക്ക് ആ വാക്യം ഒന്നും കൂടെ പഠിക്കാമല്ലേ? ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വ്രതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കയില്ലയോ? അപ്പോൾ കുഞ്ഞുങ്ങളെ നാം ഒരു കാര്യത്തിന് വേണ്ടി എത്ര പ്രാവശ്യം പ്രാർത്ഥിക്കാറുണ്ട്? നമ്മൾ ഓർക്കും, ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കേൾക്കുമല്ലോ. കർത്താവ് സർവശക്തനാണ്. നാം ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കേൾക്കും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് ഉടനെ നമുക്ക് ഉത്തരം നൽകുകയും ചെയ്യും. നമ്മൾ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ നമുക്ക് കർത്താവ് ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തരും. ചില രോഗങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ രോഗത്തിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വിടുതൽ തന്ന് നമ്മളെ സഹായിക്കും. നമ്മൾ ഒത്തിരി ദുഃഖിച്ച് പ്രയാസപ്പെട്ട് കർത്താവെ എന്നെ സഹായിക്കണമെന്ന് പറയുമ്പോൾ കർത്താവ് നമ്മളെ സഹായിക്കും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് പല കാര്യങ്ങൾക്കും കർത്താവ് ഉത്തരം നൽകും. നമുക്ക് ഉടനെ തന്നെ അതിൻ്റെ ആൻസർ നൽകും. എന്നാൽ ചില കാര്യങ്ങൾക്ക് കർത്താവ് കേൾക്കും, എന്നാൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഉടനെ തന്നെ ഉത്തരം കിട്ടാതെ വരും. അപ്പോൾ നമ്മൾ ഓർക്കും, അയ്യോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എത്ര നാൾ പ്രാർത്ഥിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ലല്ലോ, എനിക്ക് ലഭിക്കുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് നമ്മുടെ മനസ്സിലേക്ക് തോന്നും. അതിന് കർത്താവ് പറയുകയാണ്, നാം എന്ത് ചെയ്യണം? മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അത് ദൈവത്തിൻ്റെ ഒരു കൽപ്പനയാണ്. നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് ഇന്ന് നമുക്ക് എത്ര പ്രാവശ്യം നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഇന്ന് മുതൽ എന്ത് ചെയ്യണം? ആ കാര്യത്തിന് വേണ്ടി വീണ്ടും നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളത് കുഞ്ഞുങ്ങളെ ആരാ പറഞ്ഞേക്കുന്നത്? കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ കർത്താവ് തന്നെ ഒരു എക്സാമ്പിൾ, അതിൻ്റെ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു എക്സാമ്പിളും കൂടെ കർത്താവ് പറയുകയാണ്. അതിനുശേഷം കർത്താവ് ഒരു ഉപമ അവരോട് പറയുകയാണ്. ഒരു പട്ടണത്തിലൊരു ന്യായാധിപനുണ്ടായിരുന്നു. അവന് ദൈവത്തെയും മനുഷ്യരെ ഒരു ഭയവും ഇല്ലായിരുന്നു, ഒരു റെസ്പെക്റ്റും ഇല്ലായിരുന്നു. ആ പട്ടണത്തിൽ തന്നെ ഒരു വിധവയും ഉണ്ടായിരുന്നു. അപ്പോൾ അവളുടെ പ്രശ്നവുമായിട്ട് ന്യായാധിപൻ്റെ അടുക്കൽ വന്നു. അവളെ മറ്റുള്ളവർ ഉപദ്രവിച്ച് കാണും, അല്ലെങ്കിൽ അന്യായം ചെയ്ത് കാണും. അതുകൊണ്ട് അവളുടെ അവളുടെ അന്യായക്കാരനോട് ന്യായം എനിക്ക് തരണമേ എന്ന് ആ ന്യായാധിപൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു. ന്യായാധിപന് ദൈവത്തെ ഭയമില്ല, പിന്നെയാണ് ഒരു മനുഷ്യനെയും ഭയമില്ല, പിന്നെയാണ് ഒരു സ്ത്രീയെ, അതും പോരാ ഒരു വിധവ, അവൾക്ക് ആരുമില്ലാത്തതാണ്. അവളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് ഭർത്താവില്ല. അപ്പോൾ പിന്നെ അവളുടെ കാര്യം ചെയ്തു കൊടുക്കും. അവൾ ചെയ്തു കൊടുക്കത്തില്ല സാധാരണഗതിയിൽ. എന്നാൽ ഈ വിധവ അവരെന്ത് ചെയ്തു? ഒരു പ്രാവശ്യം ചെന്നു, ന്യായം കിട്ടിയില്ല. അന്യായക്കാരൻ വീണ്ടും അവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്, അന്യായം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും ചെന്നു, പിറ്റേ ദിവസവും ചെന്നു. അങ്ങനെ തുടർച്ചയായിട്ട് അവളുടെ പ്രശ്നവുമായിട്ട്
ആ ന്യായാധിപൻ്റെ അടുക്കൽ ചെന്നു. സാധാരണ ഗതിയിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞു കാണും, ചെയ്യത്തില്ലെന്നൊക്കെ പറഞ്ഞു കാണും. പിന്നെ അയാളുടെ അടുത്തേക്ക് പോകത്തില്ല. ന്യായാധിപനാണ്, എന്നാലും നമ്മൾ പോകത്തില്ല, കിട്ടത്തില്ല എന്ന് വിചാരിക്കും. എന്നാൽ ഈ വിധവ അങ്ങനെയല്ലായിരുന്നു. അവർ കണ്ടിന്യൂസ് ആയിട്ട് അവൾ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ന്യായാധിപൻ ഒരു കാര്യം വിചാരിച്ചു, ഈ കാര്യം എങ്ങനെയെങ്കിലും നടത്തും. ഇവളുടെ കയ്യിലല്ല അന്യായം ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ കാര്യങ്ങൾ ഇവൾ നടത്തും. അതുകൊണ്ട് ഞാൻ അവൾക്ക് എന്ത് ചെയ്തു, അവൾക്ക് ന്യായം പാലിച്ചു കൊടുക്കും. അല്ലെങ്കിൽ പിന്നീട് അവൾക്ക് ആ ന്യായം കിട്ടിക്കഴിയുമ്പോൾ, അവളുടെ അന്യായക്കാരനെ പ്രതിയോഗി ശിക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അവൾ വന്നിട്ട് എന്നെ കളിയാക്കും. അവൾ കളിയാക്കാൻ ചെല്ലുന്നില്ല, എന്നാലും അപ്പോൾ അവന് കണ്ടോ, ന്യായാധിപനുണ്ട്, അവൾക്ക് പ്രതിക്രിയ കൊടുത്ത് അവളുടെ കാര്യങ്ങൾ നടത്തി കൊടുത്തില്ല. എന്നാൽ അവളുടെ കാര്യങ്ങൾ നടത്തപ്പെട്ടു എന്നുള്ളത് മറ്റുള്ളവർ പറയുമ്പോൾ അദ്ദേഹത്തിന് അത് നാണക്കേടാവും. അതുകൊണ്ട് ആ ന്യായാധിപൻ ആ വിധവയുടെ പ്രതിയോഗിയോട് ന്യായം ചെയ്ത് അവൾക്ക് അവളുടെ അന്യായത്തിന് അന്യായം ചെയ്തവനോട് ശിക്ഷ കൊടുക്കുകയും അവളെ രക്ഷിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് എന്നുള്ള ഒരു സ്റ്റോറി കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അവരോട് പറയുകയാണ്. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം നാം കൂടെ മടുത്തു പോകാതെ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ വാക്യം ഒന്നും കൂടെ പഠിക്കാം. അതിൻ്റെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 18:7 വാക്യം. ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ. ഇവിടെ അനേക ഗുണപാഠങ്ങൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്, ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ നാം ദിനം തോറും കർത്താവിനോട് എന്ത് ചെയ്യണം, നമ്മുടെ ആവശ്യങ്ങൾ പറയണം. രണ്ടാമത്തെ കാര്യം നാം അറിഞ്ഞിരിക്കണം, പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ ദൈവം നമ്മൾക്ക് ഉടനെ നൽകും. അതിന് നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ടിരിക്കാം. മൂന്നാമതായിട്ട്, നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മൾക്ക് ഉടനെ അതിൻ്റെ ഉത്തരം കിട്ടുകയില്ല. എന്നാൽ നമ്മൾ കൂടെ കർത്താവിനോട് ഒരു ദിവസത്തിൽ പല പ്രാവശ്യം കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും കുഞ്ഞുങ്ങളെ കർത്താവ് നമ്മുടെ ആവശ്യമറിഞ്ഞ് നമ്മൾക്ക് കർത്താവ് അതിന് ഉത്തരം നൽകും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. നാലാമതായിട്ട് നാം മടുത്തു പോകാതെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മൾക്ക് ഉത്തരം നൽകും. ഓക്കെ കുഞ്ഞുങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പഠിപ്പിച്ച പാഠത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ചിലപ്പോഴെല്ലാം ഞങ്ങൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പിന്നെ ആ വിഷയം പ്രാർത്ഥിക്കാതെ മടുത്തു പോകുന്ന അവസ്ഥ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇന്ന് ഞങ്ങൾക്ക് തന്ന പാഠത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ മടുത്തു പോകാതെ പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സൂക്ഷിക്കണമേ. ദുഷ്ടമനുഷ്യരിൽ നിന്നും ദുഷ്ടാത്മാക്കളുടെ ശക്തിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങൾക്ക് ചുറ്റും തീമതിലായിട്ട് ഇരുന്ന് ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അങ്ങ് സൂക്ഷിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. എല്ലാം യേശുകർത്താവിൻ്റെ നാമത്തിൽ താഴ്മ വിനയമായിട്ട് അപേക്ഷിക്കുന്നു. സ്തോത്രം. ആമേൻ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണെങ്കിൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യണം. മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണിൽ കൈയമർത്തിയാൽ ആൻറ്റി എപ്പോഴും ഇടുമ്പോഴും അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.